ഞാൻ ഈ നട്ടപ്പാതിരയ്ക്ക് ഈ ബാഗ് തൂക്കി എങ്ങോട്ടാണെന്നല്ലേ, ഞാനും അമ്മയും ഉണ്ട് ഗൈസ്. ഞങ്ങളിന്ന് പോകുന്നത് തിരുവൈരാനിക്കുളം അമ്പലത്തിലേക്കാണ്. ഇവിടുന്ന് അടുത്തുനിന്ന് ബസ്സുണ്ട്. നമ്മൾ ഒരുമിച്ചിറങ്ങി രാവിലെ തന്നെ ആദ്യം ചെല്ലുന്നത് ചോറ്റാനിക്കര അമ്പലത്തിലാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. കുറേ നേരം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമുക്ക് ദർശനം കിട്ടിയത്. സമയം പോകാൻ വേണ്ടി ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ അങ്ങനെ മുഖം പറിച്ച് കളിക്കുന്നു ഗൈസ്. പിന്നെ തൊഴുത്തിറങ്ങിയതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ബസ്സിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് തിരുവൈരാനിക്കുളത്തേക്കായിരുന്നു. കുറേ നേരം ബസ്സിരുന്നതിന് ശേഷം നമ്മളവിടെ ചെന്നു ഗൈസ്. അവിടെ ഇതുപോലൊരു തിരക്ക് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അമ്മാതിരി തിരക്കായിരുന്നു ഗൈസ്, ഒന്നും പറയണ്ട. കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. പിന്നീട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ ലേറ്റായി ഗൈസ്. നമ്മൾ തൊഴുതു, എങ്ങനെയോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ തൊഴുതിറങ്ങി സമാധാനത്തോടെ കുറച്ച് നേരം അവിടെ വന്നിരുന്നു. പിന്നെ കുറച്ച് നേർച്ച വഴിപാടൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് അമ്മയും ഞാനും ഒക്കെ പറയിടാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്കായിട്ട് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. ദേവിയുടെയൊക്കെ ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. പിന്നെ അമ്മ ഇങ്ങനെ എള്ളുപറ ഇട്ടു, ഞാൻ അതിന് ശേഷം അരിപ്പറ അങ്ങനെ ഇട്ടു. പിന്നീട് നമ്മൾ പ്രസാദം മേടിക്കാനൊക്കെ പോയി. അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനും അമ്മയും അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു ഗൈസ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ച് തരുമെന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ കരണ്ടി നടക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ അമ്മ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നു. എന്നിട്ട് ഞാൻ എന്നും മേടിക്കുള്ള സ്ഥിര സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാവരും വന്നപ്പോഴത്തേക്ക് 8:30 കഴിഞ്ഞു ഗൈസ്. രാത്രി 12 മണിക്ക് പോയത്. എവിടെയും കയറാനുള്ള സമയം കിട്ടില്ല. ആകെ നമ്മൾ ചോറ്റാനിക്കര മാത്രമേ കയറിയുള്ളൂ. എന്നിട്ട് എല്ലാവരും ഒരു ആഗ്രഹം മൂലം നമ്മൾ ആദ്യം ചെന്നത് ആലുവ മണപ്പുറത്തായിരുന്നു. അപ്പോഴത്തേക്ക് നടയൊക്കെ അടച്ചു. എന്നാലും ചുമ്മാ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഗൈസ്. അവിടെ നിന്ന് നേരെ ഭയങ്കര ടയർഡായിട്ടാണ് വന്നത്. എന്നാലും ഒരുപാട് അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. പോയ അമ്പലങ്ങളെല്ലാം നന്നായിട്ട് തൊഴാൻ പറ്റിയെന്ന ഒരു ആശ്വാസത്തിൽ സമാധാനത്തിൽ ഞാനും അങ്ങ് പോയിരുന്നു. ഇനി എവിടെ അമ്പലങ്ങളിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് ഇവിടെ നിർത്തുവാണെന്ന് പറയേണ്ടിയിരുന്നേനെ ഗൈസ്. ഏകദേശം 3-3:30 ആയപ്പോഴാണ് വീട്ടിൽ തിരിച്ചത്. നമ്മളെയും കാത്ത് പോപ്പനോട് ഉണർന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.